ഇൻഡോർ ടെസ്റ്റിൽ ഇന്ത്യ പരമ്പര തൂത്തുവാരി. ഇന്ത്യക്ക് 321 റൺസിന്റെ വിജയം. അരുൺ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. അരുൺ, എത്രത്തോളം അഭിമാനകരമായ വിജയമാണ്? ഗിരീഷ്മ, തീർച്ചയായും ആധികാരികമായ വിജയം എന്ന് തന്നെ ഈ പരമ്പരയെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം യാതൊരു തരത്തിലുള്ള പ്രതിരോധവും തീർക്കാനാവാതെ ന്യൂസിലൻഡ് കിവീസ് അക്ഷരാർത്ഥത്തിൽ ടീം ഇന്ത്യക്ക് ഒരു കാഴ്ചയാണ് നിലവിൽ കാണാൻ സാധിച്ചത്. ഈ മത്സരത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ മനോഹരമായ 2 ഇന്നിങ്സുകൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായതുള്ളത്. ഒന്ന് വിരാട് കോഹ്ലിയുടെ ഇരട്ട സെഞ്ചുറിയും ഒപ്പം അജിൻക്യ രഹാനയുടെ സെഞ്ചുറിയുമായിരുന്നു യഥാർത്ഥത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ചേതോഹരമായ ഈ ടെസ്റ്റിൻ്റെ മത്സരത്തിൻ്റെ മുഹൂർത്തങ്ങൾ എന്നുകൂടി പറയേണ്ടത്. എന്തായാലും 557 എന്ന നിലയിൽ സ്വാഭാവികമായും കളി തുടങ്ങിയ ഇന്ത്യ തികച്ചും ആധികാരികമായ വലിയ സ്കോറിലേക്ക് തന്നെ എത്തുകയായിരുന്നു. യാതൊരു തരത്തിലുള്ള പ്രതിരോധവും നിലവിൽ തീർക്കാൻ കഴിയാത്ത തരത്തിൽ ആധികാരികമായ വിജയം എന്ന് തന്നെയാണ് ഈ മത്സരത്തെ സ്വാഭാവികമായി നമുക്ക് വിശേഷിപ്പിക്കാൻ ആവുക. സുദേശ്, സ്പോർട്സ് ലേഖകൻ, നിലവിൽ ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. സുദേശ്, സമ്പൂർണ്ണമായ വിജയം എന്ന് അവകാശപ്പെടാനാകുന്ന ഒരു വിജയം തന്നെയാണ് ഇൻഡോറിൽ നിന്ന് കാണാൻ സാധിച്ചത്. എങ്ങനെയാണ് പൊതുവെ വിലയിരുത്തുക? തീർച്ചയായും ന്യൂസിലാൻഡ് നമുക്കറിയാം വളരെ ശക്തമായ ഒരു ടീം തന്നെയായിരുന്നു ന്യൂസിലാൻഡ്. എന്നാൽ ആ ടീമിനെതിരെ സ്വന്തം നാട്ടിലാണെങ്കിൽ പോലും നല്ലൊരു വിജയം നേടാൻ പുതിയ ഇന്ത്യൻ ടീം, നമുക്കറിയാം നല്ലൊരു തലമുറ പിന്നിട്ടതിന് ശേഷമുള്ള ആ തലമുറ വിരമിച്ച ശേഷമുള്ള നല്ലൊരു ടീം നമ്മൾ വളർത്തിയെടുത്ത ഒരു ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ വിജയം വളരെ നിർണായകമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കോഹ്ലി എന്ന ക്യാപ്റ്റൻ അദ്ദേഹം ട്രാക്കിലാകുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ വിജയം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ യുവതാരങ്ങൾ നമുക്കെടുത്താൽ അറിയാം, ബൗളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും വിവിധ താരങ്ങൾ ഫോമിലേക്ക് വരുന്ന കാഴ്ച, ഓരോരുത്തരും ഉത്തരവാദിത്തത്തോടെ കൂടെ കളിക്കുന്ന കാഴ്ച അത് കാണുന്നു. ഒരു ടീമിനെ സംബന്ധിച്ച് വളരെ ഗുണകരമായ ഒരു വിജയം എന്ന് തന്നെ പറയാം. ഇവിടെ വ്യക്തിഗത മികവിനേക്കാൾ കൂടുതലായി ടീം എന്ന നിലയിൽ നേടിയ വിജയമാണ് ഇന്ത്യക്ക്. പിന്നെ ബൗളിങ്ങിൽ അശ്വിനെ പോലെ, ഒപ്പം തന്നെ ബാറ്റിങ്ങിൽ കോഹ്ലിയും ഒരു ഘട്ടത്തിൽ കോഹ്ലി, രോഹിത് ശർമ്മ തുടങ്ങിയവരുടെ മികവ് നമുക്ക് കാണാൻ കഴിഞ്ഞു. അജിൻക്യ രഹാനെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ചേതേശ്വർ പൂജാര നേരത്തെയുള്ള മത്സരങ്ങളിലും മറ്റും തിളങ്ങിയിരുന്നു. എന്നാൽ പോലും ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഒരു ടീം എന്ന നിലയിൽ ഒത്തിണക്കത്തോടെ കളിക്കാൻ സാധിച്ചിരിക്കുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം നാട്ടുകാരുടെ മുന്നിലാണ്, സ്വന്തം ഗ്രൗണ്ടിന്റെ ആനുകൂല്യമുണ്ട് എന്നുള്ളതെല്ലാം മാറ്റി നിർത്തിയാൽ തന്നെ പുതിയൊരു ടീമിനെ വളർത്തിയെടുക്കുന്ന ഘട്ടത്തിൽ ന്യൂസിലാൻഡ് പോലെ ശക്തമായ ഒരു ടീമിനെതിരെ നല്ലൊരു ബാറ്റിംഗ് നിര അവർക്കുണ്ട്. ഒപ്പം തന്നെ ഭേദപ്പെട്ട ബൗളിംഗുമുണ്ട്. ആ ഒരു നിരക്കെതിരെ നല്ല രീതിയിൽ ജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഇന്ത്യൻ യുവനിരയ്ക്ക് അഭിമാനിക്കാവുന്ന വിജയമാണ്. അവർക്ക് ഭാവിയിൽ വിദേശ രാജ്യങ്ങളിലും മറ്റും വളരെ ആത്മവിശ്വാസത്തോടു കൂടി കളിക്കാനാവുന്ന ഒരു സാഹചര്യം കൂടി വിജയം ഒരുക്കുന്നെന്ന് പറയേണ്ടിയിരിക്കും. സുദേശിയുടെ ഇൻഡോറിലാണ് മത്സരം നടന്നത്, CK നായിഡുവിന്റെ മണ്ണിൽ. അവിടെ തന്നെ വിരാട് കോഹ്ലിക്ക് ആദ്യ നായകനാണ് CK നായിഡു. യഥാർത്ഥത്തിൽ കാലോചിതമായി സമയോചിതമായി അദ്ദേഹത്തിന്റെ പിൻഗാമി എന്ന് വാഴ്ത്തപ്പെടുന്ന തരത്തിലേക്ക് അർത്ഥപൂർണ്ണതയിലേക്ക് വിരാട് കോഹ്ലിക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മറ്റൊന്ന്, കുറേ നാളായി സെറ്റ് ആവാതിരുന്നൊരു ടീം കൂടി ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അജിൻക്യ രഹാനയുടെ ഇന്നിംഗ്സിനെ വിശിഷ്യ എങ്ങനെയാണ് എടുത്തു കാണുക? കാരണം ഇന്ത്യക്ക് ഒരു വൻമതിൽ ഉണ്ടായിരുന്നു, രാഹുൽ ദ്രാവിഡ്. ആ വിടവ് ഏറെക്കാലം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതാണ്. ആ അർത്ഥത്തിൽ കൂടി എങ്ങനെയാണ് പൊതുവിൽ പരിഗണിക്കുക? ഇവിടെ അരുൺ ആദ്യം പറഞ്ഞതുപോലെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇനിയും കോഹ്ലി ഏറെ തെളിയിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. എന്നാൽ അതിന് നല്ലൊരു തുടക്കം അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ് ഈ ഇൻഡോർ ടെസ്റ്റിന്റെ പ്രത്യേകത. ഒപ്പം തന്നെ നല്ലൊരു ടീമിനെ ഒരു ഒത്തിണക്കത്തോടെ കളിക്കുന്ന നല്ല ഫോമിലുള്ള ഒരു കൂട്ടം താരങ്ങൾ അദ്ദേഹത്തിന് കീഴിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജോലി കുറച്ചുകൂടെ എളുപ്പമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന് ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഇന്ത്യൻ പിച്ചാണ്, സ്പിൻ ബൗളിങ്ങിന് കൂടുതൽ ആനുകൂല്യമുണ്ട്. അതുകൊണ്ട് തന്നെ അശ്വിനും ജഡേജയും പോലുള്ള താരങ്ങൾ ഈ വിജയത്തിൽ നിർണായകമായിരുന്നു. നമ്മുടെ ഫാസ്റ്റ് ബൗളിംഗ് വേണ്ട രീതിയിൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ഘടകമുണ്ട്. ഭുവനേശ്വർ കുമാറും വളരെ നന്നായി പന്തെറിഞ്ഞെങ്കിൽ പോലും നമുക്ക് നല്ലൊരു ഫാസ്റ്റ് ബൗളിംഗ് നിരയില്ല എന്നുള്ളത് നിർണായകം തന്നെയാണ്. എങ്കിൽ പോലും നിലവിലെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ജയിക്കാനുള്ള എല്ലാ വകയുമുള്ള ഒരു ടീം, ആ ടീം നല്ല രീതിയിൽ തന്നെ ഒത്തിണക്കത്തോടെ കളിച്ചൊരു ജയം നേടി. അത് ക്യാപ്റ്റന് വളരെ നല്ലൊരു തുടക്കം നൽകിയിരിക്കുന്നു. ഇവിടെ അരുൺ ചോദിച്ചതുപോലെ അജിൻക്യ രഹാനയുടെ പ്രകടനം വളരെ നിർണായകം തന്നെയാണ്. ഇന്ത്യൻ നിരയിൽ അത്തരം ഒരു താരം ഉയർന്നു വരേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും രഹാനെ നമുക്കറിയാം ഏകദിന മത്സരങ്ങളിലായാലും T20-യിലായാലും പലപ്പോഴും ഇന്ത്യ പരീക്ഷിച്ച് ചില ഘട്ടങ്ങളിൽ പരാജയപ്പെടുകയും ചിലപ്പോൾ ടീമിന് പുറത്തു പോവുകയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. നല്ല ഇന്നിങ്സ് കളിക്കാൻ കഴിവുള്ള താരമാണ്. അദ്ദേഹത്തിന്റെ മികവിനെ കുറിച്ച് ഒന്നും സംശയമില്ല. എങ്കിൽ പോലും നല്ല ഫോമിൽ തുടർച്ചയായി കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല.
എന്നാൽ ടെസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ രഹാനെക്ക് കുറെ കൂടെ സ്വാതന്ത്ര്യത്തോട് കൂടി കളിക്കാൻ കഴിയുന്നു. അദ്ദേഹത്തിന്റെ ശൈലിക്ക് കുറെ കൂടി ഇണങ്ങുന്നതാണ് ടെസ്റ്റ് മത്സരങ്ങൾ. അത് തനിക്ക് കിട്ടിയ അവസരത്തിൽ നന്നായി അദ്ദേഹം തെളിയിക്കുകയും തന്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള രീതിയിലുള്ള പ്രകടനം നടത്തുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യക്ക് 3-ാം നമ്പറിലോ 4-ാം നമ്പറിലോ ഇറങ്ങാൻ കഴിയുന്ന നല്ലൊരു വിശ്വസ്തനായ ഒരു ബാറ്റ്സ്മാനെ കിട്ടിയിരിക്കുന്നു എന്നുള്ള വളരെ നിർണായകം തന്നെയാണ്. സുധേഷ് തുടരുക. ദേവദാസ് അദ്ദേഹം കൂടി നിലവിൽ ടെലിഫോൺ ലൈനിൽ നമുക്കിപ്പം ചേരുന്നുണ്ട്. ദേവദാസ്, ആധികാരികമായ ജയം എന്ന് തന്നെ നിസ്സംശയം പറയാവുന്നതാണ് കിവീസിനെതിരെയുള്ള ഇന്ത്യയുടെ ഈ ജയത്തെ. എങ്ങനെയാണ് ഇന്നിങ്സുകളെ കാണുന്നത്? വിവിധ സെഷനുകളെ വേർതിരിച്ച് താങ്കൾ ഈ മത്സരത്തെ വിലയിരുത്തുക. ഇത് അരുൺ എന്താന്ന് പറഞ്ഞാല് ഇതിപ്പോ ഞങ്ങള് നോക്കുമ്പോ ഇത് കോഹ്ലിക്ക് നല്ലൊരു ബിഗിനിങ് തന്നെയാണ്, ഒരു യങ് ക്യാപ്റ്റൻ ബിഗിനിങ്. പക്ഷെ ഞങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഒരു 15 കൊല്ലത്തെ കണക്കെടുക്കുമ്പോൾ 2011-12 ഇംഗ്ലണ്ടോട് തോറ്റതല്ലാണ്ട് ഇന്ത്യയിൽ വേറെ ഒരു തോൽവി പറ്റിയിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ സ്ലോ വിക്കറ്റ്സ് ഇടും, ഞങ്ങൾ ഒരു 350 റൺസ് എടുക്കും. അശ്വിനെ പോലത്തെയോ അല്ലെ പഴയ കുംബ്ലെ, ഹർഭജൻ ഏതെങ്കിലും ഒരു സ്പിന്നേഴ്സ് ഉണ്ടെങ്കിൽ കാരണം കൂട്ടി ജയിക്കുന്ന പോലത്തെ ഒരു ഇതേ ഉള്ളൂ. പക്ഷേ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഈ ബേസിൽ ഇതേപോലത്തെ ബേസ് ആക്കാണ്ട് ഒരു ഓൾട്ടർനേറ്റീവ് നമുക്ക് പേസ് ഉള്ള, ഇപ്പൊ സുധേഷ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഓൾട്ടർനേറ്റീവ് പേസേഴ്സിനെ ഞങ്ങൾ വളർത്തി. ഇപ്പൊ നാഥു സിംഗ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് രാജസ്ഥാനിൽ. അവൻ അണ്ടർ-22 എല്ലാം പേസാ 145 എറിയുന്നത്. അപ്പൊ അതിനെല്ലാം ഡെവലപ്പ് ചെയ്യണം, കുറെ ആളെ വെക്കണം, ഒരു 5-6 ആള് ഇങ്ങനെ ഒരു ബേസ് ഉണ്ട്. എന്നാലേ ഫോറിലാണ് നമ്മള് പ്രോബ്ലം. ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ 13 ടെസ്റ്റ് ഉണ്ട് ഈ വേള, 13 ടെസ്റ്റിലും ജയിക്കുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇംഗ്ലണ്ട് ആയിട്ട് മാത്രമാണ് കുറച്ചൊരു ടഫ് ഒരു ഇത് വരുക. പക്ഷേ ഞങ്ങൾ ഈ ഇന്ത്യൻ സീരീസ് നല്ലോണം കളിക്കും. പുറത്തു പോയി ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും സൗത്ത് ആഫ്രിക്കയിലും എങ്ങനെയാണ് കളിക്കുന്നത്? ഈ ടീം ഇംഗ്ലണ്ടിലും സൗത്ത് ആഫ്രിക്കയിലും പോയാലും തോക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തറിയാ ബേസിന്റെ അറ്റാക്കില് പിന്നെ ഒന്ന് ചോദിച്ചു അരുൺ, അജിൻക്യ രഹാനെയാണ് ഇതിലുള്ള ഏറ്റവും നല്ല ഫൈറ്റ്. എന്തറിയാ അടുത്ത കാലത്ത് പുറത്തും ഉള്ളിലും ഏത് 3 ഫോമാറ്റിലും കളിക്കാൻ ക്ലാസിക്കൽ സ്റ്റൈലിൽ അത് ആ ബോംബെ വിക്കറ്റ്സ് നിന്ന് കളിച്ച് വളർന്നുകൊണ്ട് അജിൻക്യ രഹാനെ, പിന്നെ ബേസ് ആയിട്ട് പൂജാര, അതെല്ലാം നല്ല KL രാഹുൽ ഈസി ആയിട്ട്. അതുകൊണ്ട് നമ്മൾ ബേസ് ഇപ്പൊ 32 ഇയർ ഓൾഡ് സാഗയാണ്. അപ്പം നമ്മളൊരു ടെസ്റ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടെങ്കിലും സഞ്ജു സാംസണെ കൊണ്ടുവരേണ്ട നീക്കം ആരംഭിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറഞ്ഞാൽ 2 കൊല്ലം മുമ്പേ സഞ്ജു സാംസന്റെ പിന്നിലായ ബെൻജൻ ഡീകോക്ക് എന്ന് പറഞ്ഞ സൗത്ത് ആഫ്രിക്കൻ കീപ്പർ ബാറ്റ്സ്മാൻ ഒന്നുമല്ലായിരുന്നു വേൾഡ് ക്രിക്കറ്റില്. അവന് അതിന്റെ ആ ടൈമിൽ 21 വയസ്സിൽ ബ്രേക്ക് കൊടുത്തു. ബെൻജൻ ഡീകോക്ക് ഇന്ന് ഒരു മാച്ച് വിന്നറാണ്. നിങ്ങൾ അന്ന് 168 കണ്ടില്ലേ കഴിഞ്ഞ വൺഡേയില്. അപ്പൊ ഈ സഞ്ജു സാംസൺ ഇപ്പൊ ഓരോ കൊല്ലം കഴിയുമ്പോഴും പിന്നോട്ട് പോയിക്കൊണ്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത് ആ റൈറ്റ് ബ്രേക്ക് ത്രൂ ഇന്ത്യക്ക് നൽകാൻ പറ്റുന്നില്ല. ഇന്ത്യ ഈ ആവുമ്പോഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ ഇന്ത്യ പഴയ പോലെ തന്നെ ആവും. പറയും ഇന്ത്യൻ സീരീസിൽ ജയിക്കും, പുറത്ത് സീരീസിൽ തോക്കും. അതല്ല, ഇപ്പൊ എന്ന് പറഞ്ഞാൽ റൈറ്റ് മൂവ്മെന്റിൽ ഓരോ യങ്സ്റ്ററെയും നഴ്ച്ചർ ചെയ്യാണ്. അതാണ് ഇപ്പം വണ്ടിയിൽ സഞ്ജു സാംസനെ കൊണ്ടുവരുന്നതിന് വിക്കറ്റ് കീപ്പറായിട്ട് സെക്കൻഡ് കീപ്പറെങ്കിലായിട്ട് അത് കൊണ്ടുവരില്ല. അതാണ് ഇവിടുത്തെ പ്രോബ്ലം ഇതുള്ള. പിന്നെ ബോളിംഗ് ഫ്രണ്ടില് അശ്വിൻ തന്നെ, ഇപ്പൊ അശ്വിൻ ഇഞ്ചേർഡ് ആയാൽ എന്ത് ചെയ്യും? അതാണ് ഇന്ത്യൻ വിക്കറ്റിൽ അല്ലെങ്കിൽ മറ്റേ അമിത് മിശ്രയുണ്ട്, അല്ലെങ്കിൽ മറ്റേ ജഡേജ, അതിൽ ഇന്ത്യൻ വിക്കറ്റ്സിൽ നല്ലോണം ബോൾ ചെയ്യും. പക്ഷെ ഇതേ ജഡേജ പുറത്തു പോയാൽ എങ്ങനെയായിരിക്കും ബോൾ ചെയ്യാമെന്നൊന്നും ആലോചിച്ചാൽ ഇവിടെ ഏത് ബോളേഴ്സിനെ ഉപയോഗിച്ചാൽ ഇപ്പൊ അക്സർ പട്ടേലിന് ഇട്ടാലും ബോൾ ചെയ്യും. അപ്പൊ അതിലൊരു പ്രോബ്ലം അല്ല. പക്ഷേ ഇന്ത്യ ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ പഠിക്കണം. അല്ലെങ്കിൽ ഇവിടുത്തെ 3-0, ഇംഗ്ലണ്ട് ആയിട്ട് 3-0, ഓസ്ട്രേലിയ ആയിട്ട് 3-0 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളാ നമ്പർ 1 എന്നുകൊണ്ട് കാര്യമില്ല. അതേസമയം പാകിസ്ഥാനെ ഒന്ന് നോക്കാം. പാകിസ്ഥാന് ഹോം മാച്ച് ഇല്ലാണ്ട് തന്നെയാണ് അവർ നമ്പർ 1 ആയത്. ഏത് ദുബായിലെ വിക്കറ്റ്സും ഫോറിലും പോയിട്ട് അവർക്ക് പിന്നെ എന്താ പറയാ, അവരെ പേസേഴ്സ് നോക്ക്. അവരെ പേസേഴ്സ് എന്ന് പറഞ്ഞാലും വഹാബ് റിയാസ്, ഇപ്പത്തെ ഹസൻ അലി, അമീർ എല്ലാം ടാലന്റഡ് ആണ്. അതാണ് ഞങ്ങളെ ഇന്ത്യ ആയിട്ട് ഇപ്പൊ പുറത്തെ ടെസ്റ്റ് സീരീസ് ഒരു ന്യൂട്രൽ വെന്യൂലെങ്കിലും പാകിസ്ഥാനായിട്ട് ഞങ്ങൾ തോറ്റു പുറത്തെ ഇതിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട കീ ഏരിയാസ് യങ്സ്റ്റേഴ്സ് ആണ്. യങ്സ്റ്റേഴ്സിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പേ സ്റ്റാർട്ട് ചെയ്താൽ അത്ര നല്ല യങ്സ്റ്റേഴ്സ് ഉണ്ട്. എത്ര ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സും മറ്റേതും എല്ലാം
ഉണ്ട് ഇവിടെ. പക്ഷെ ആ ഡെവലപ്പ് ചെയ്യുന്ന റൈറ്റ് ബ്രേക്ക് ത്രൂവിന് അതാണ് ഈ സെലക്ഷൻ ഇതല്ല കോട്ട സിസ്റ്റത്തിൽ. അതന്നെ സഞ്ജു സാംസൺ ബെസ്റ്റ് യങ് പ്ലെയർ 2013-ലായ IPL 13-ലായവൻ ഇനി ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് T20 പോലും വന്നില്ല. അതിൽ ധോണി എപ്പോഴും ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ സാഹ വരും, അല്ലെങ്കിൽ വൃദ്ധിമാൻ മറ്റേ ദിനേശ് കാർത്തിക്കിനെ എടുക്കും. അപ്പൊ ഈ കോട്ട സിസ്റ്റത്തിൽ വർക്ക് ചെയ്യില്ല. ടെസ്റ്റ് സീരീസ് നല്ല തന്നെ, അത് നല്ല തന്നെയാണ്. ഈ സീരീസ് വിന്ന് തന്നെയാണ്. അതിപ്പോ ഈ പക്ഷേ ഈ വിക്കറ്റ് എപ്പോഴും ഇങ്ങനത്തെ ഈ ടേണിംഗ് വിക്കറ്റ്സിൽ ഇന്ത്യന്റെ ഇത് മെറ്റിൽ അളക്കുക ഫോറിലാണ്. അതിൽ നമ്മൾ ഭയങ്കര ഫെയിലിയർ ആണ്. അത് പക്ഷേ ഒരു സ്റ്റാർട്ടിന് കോഹ്ലിക്ക് കിട്ടിയ ഒരു ടീമാണ്. നല്ല കോച്ച് എന്ന് പറഞ്ഞാല് ഇപ്പം അനിൽ കുംബ്ലെയാണ്. അനിൽ കുംബ്ലെ എല്ലാ ഇതും കളിച്ചാണ്. ഒരു ടെക്നോളജി ബേസ്ഡ് ആണ്. ബോബ് ബുൾമറിന് ശേഷം ടെക്നോളജിയും ഇതും ഇതാക്കുന്ന ഒരു ഇന്നോവേറ്റീവ് കോച്ചാണ്. അപ്പം ഈ യങ്സ്റ്റേഴ്സ് പിന്നെ ദ്രാവിഡിനെ പോലത്തെ ആളാണ് അണ്ടർ-19 ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഫീഡർ പോലത്തെ അതും കറക്റ്റ് ആണ്. പക്ഷെ ഇതെങ്ങനെ ബ്രേക്ക് ത്രൂ കൊടുക്കുന്നുള്ള നിങ്ങൾ കൊടുത്താലേ ഇവിടെ ഇപ്പൊ സർഫറാസ് ഖാനെ പോലത്തെ ടാലന്റ് ഉണ്ട്, അർമാൻ ജാഫർ ഉണ്ട്, മറ്റേ സഞ്ജു സാംസൺ ഉണ്ട്. അവർക്കെല്ലാം ആ ബ്രേക്ക് ത്രൂ എവിടെയാണ് കൊടുക്കുന്നത്? ഈ 13 ടെസ്റ്റിൽ ഏതെങ്കിലും ഒരു സീരീസിൽ ഇവർ വരുമെന്നൊന്ന് നോക്കൂ. അത് അവിടെയാ വിജയം. പക്ഷെ ഇത് വിജയിക്കില്ല. എന്താ പറയുക, ഇവർക്ക് പെർമനന്റ് പോസ്റ്റ് ആക്കണം. അപ്പം ഈ ഇവർ ഇപ്പൊ ഓപ്പണിംഗിൽ നമ്മൾ വളരെ ഓപ്പണേഴ്സ് ഞങ്ങൾക്ക് പ്രോബ്ലം ആണ്. 10 ടെസ്റ്റിൽ ആകെ രണ്ടാമത്തെ 50 അടിച്ച ടീമാണ് ഇന്ത്യൻ വിക്കറ്റ്സിൽ പോയി. അതും നോക്കണം. 10 ടെസ്റ്റില് 250 മാത്രം ഇതടിച്ച. ഇപ്പൊ ദേവദാസ് ഒരു നിമിഷം തുടരുക. ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി അദ്ദേഹം സംസാരിക്കുന്നു. I think the bowlers have responded beautifully in this series. Every time we've been under a bit of pressure, every time the Kiwis have had a partnership, there's been someone to put up their hand and bring up those breakthroughs for us. And that's been the difference, from the past where we failed to show character at times, but this team is up and ready for it. We're pretty intense through the day. And the results show. We get wickets in bunches. We surely do have to work hard against quality sides in the world, but we do get the results when our attitude is right. And what was your game plan this morning when you went out? What was the message to the boys when Gauti and Pujara came out to bat? Well, it was pretty simple. I mean, yesterday as well, we made it pretty clear that the bowlers deserve to be in this position, so it's time they express themselves. And then when we decided to bat, in the morning it was the same thing. We said we batted well enough to be in this position. We deserve to be here. So don't hesitate in playing your shots. Go out there, express yourself. If you see Pujara hitting a fast bowler back past his head, stepping out, you can see expression at its best. So we're really happy to see that. Really positive mood in the change room. And then with the ball as well. I mean, it was up to the bowlers to express themselves, but not take the game lightly. And that's exactly what they did. And when you look at the batting performances right through the series, some really useful contributions from the lower order. Absolutely. I mean, this has been a proper team series win. There's not been any contributors standing out as such. I mean, you can leave Ash aside. There's not, he's not to be mentioned among the 11. But as a team, I think we've contributed really well at different times. Jadeja with the bat in the first game, Saha with the bat in the second game, Rohit those crucial knocks, in the first game and the second, and here in the first innings. So it's been wonderful. I mean, it's been a complete team performance, which I'm very proud of, and the whole squad is as well. Now, you mentioned Ash, she's in a different zone, must be a captain's delight. And no one has to remind him the number of man of the series he's got. Is it? No, we don't have to remind him. We are keeping a check now. We keep discussing number 6, number 7, how many fifers, how many games, how many wickets. He's been a champion, so it's an exciting thing to actually talk about his stats out there in the middle. It's a topic of discussion for all of us, but credit to him. I wish him well. I hope he can keep going through this long home season and keep the team at the top where we are. You guys have been fabulous. Well done. It's time for you to go and collect that trophy. Thank you. Thanks. So Virat Kohli will collect the Paytm trophy from Mr. Ajay Shekhar Sharma. And a proud moment for Virat Kohli and Team India, who win the Test series 3-0. CK നായിഡുവിന്റെ മണ്ണിൽ വിരാട് കോഹ്ലി വളരെ ചരിത്രപരമായൊരു നേട്ടമാണ് നിലവിൽ അച്ചീവ് ചെയ്തിരിക്കുന്നത്. 3-0
ഏകപക്ഷീയമായ പരമ്പര നേട്ടം. Captain Indore making its test debut here. India's 22nd test venue has witnessed a spectacular win for Team India, which is only their second biggest in terms of runs, and also witnessed a spectacular double 100 from Virat Kohli earlier on, which was his second this year, becoming the first Indian captain to do that while they are at the helm. Also witnessed seeing Ravichandran Ashwin pick സുദേശും ടെലിഫോൺ ലൈനുണ്ട്. സുദേശ്, കൃത്യമായ ബ്രേക്ക് ത്രൂ നൽകിയ ബൗളേഴ്സിനെ കുറിച്ച് അശ്വിൻ വളരെ സമഗ്രമായി അദ്ദേഹം പരാമർശിച്ചിരുന്നു. നായകൻ അങ്ങേയറ്റം ആത്മവിശ്വാസത്തിലും ആയിരുന്നു അദ്ദേഹം. ഇവിടെ നേരത്തെ ദേവദാസ് സൂചിപ്പിച്ചതുപോലെ ഈ ടീമിനെ മികച്ച ടീം എന്ന് തന്നെ നമുക്ക് പൊതുവിൽ വിലയിരുത്താൻ സാധിക്കുമോ? കാരണം ഈ കിവീസിനെതിരെയാണ് ജയിച്ചത്. പൂർണ്ണമായും സെറ്റായ ഒരു ടീം എന്ന് നമുക്ക് നിലവിൽ ഇതിനെ പറയാനാകുമോ? ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ പ്രത്യേകം എടുത്ത് പരിശോധിക്കുന്നത് എങ്ങനെയാണ്? ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകം എടുത്ത് പരിശോധിക്കുന്നത് എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ പോയി അല്ലെങ്കിൽ വിദേശ പിച്ചുകളിൽ നേടുന്ന വിജയത്തെ ഈ ടീമിനെ വീക്ഷിച്ച് എങ്ങനെയാണ് കാണാനാവുക? ഈ ടീമിന് അത് സാധിക്കുമോ? അരുൺ, ഇവിടെ ഈ ടീമിനെ കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞത് പ്രകാരം തന്നെ ബൗളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും ഇന്ത്യൻ സാഹചര്യത്തിൽ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന വളരെ ശക്തമായ ആത്മവിശ്വാസമുള്ള നല്ല ഫോമിലുള്ള ഒരു കൂട്ടം കളിക്കാരുള്ള ഒരു ടീം എന്ന നിലയ്ക്ക് ഇപ്പോഴത്തെ നിലയിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ പെർഫെക്റ്റ് ആയ ഒരു ടീം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവിടെ വളരെ നിർണായകമായ ഒന്ന് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് പ്രധാനമായും കോഹ്ലി എന്ന ക്യാപ്റ്റൻ വളരെ അഗ്രസീവായ, അദ്ദേഹത്തിന് വളരെയേറെ മത്സര പരിചയങ്ങൾ, തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ സച്ചിനെയും ദ്രാവിഡിനെയും ഗാംഗുലിയെയും പോലുള്ള താരങ്ങൾക്കൊപ്പം കളിക്കാൻ സാധിച്ചു. വലിയ മത്സര പരിചയമുണ്ട്. അപ്പോൾ ഒരു സാഹചര്യം എങ്ങനെ നേരിടണമെന്ന് വളരെ ധോണിക്ക് കീഴിൽ ഏറെ നാൾ കളിക്കുന്നു. അപ്പോൾ ഒരു സാഹചര്യം എങ്ങനെ നേരിടണമെന്ന് വളരെ ധാരണയുള്ള ഒരു ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിന്റെ ആ അനുഭവ സമ്പത്ത്, ഈ ചെറിയ പ്രായത്തിലുള്ള അനുഭവ സമ്പത്ത് നിർണായകമാണ്. ഒപ്പം തന്നെ ക്യാപ്റ്റൻ നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനവും മറ്റു കളിക്കാർക്ക് ആവേശം നൽകുന്നതാണ്. രണ്ടാമത് പറയേണ്ടത്, ദേവദാസ് പറഞ്ഞതുപോലെ അനിൽ കുംബ്ലെ എന്ന പരിശീലകൻ, ആ പരിശീലകൻ അദ്ദേഹം വളരെയധികം തന്നെ തന്റെ കളിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വളരെ പെർഫെക്റ്റ് ആയ ഒരു പ്ലെയർ, തന്റെ കളിയുടെ നിലവാരം ഓരോ ഘട്ടത്തിലും നല്ല രീതിയിൽ ഉയർത്താനും ഒരു ലോക നിലവാരത്തിൽ തന്നെ നിൽക്കാനും സാധിച്ച ഒരു കളിക്കാരനാണ്. സഞ്ജയ് ബങ്കറിനെ പോലുള്ള കോച്ചിങ് സ്റ്റാഫിനെ നമ്മളിവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അത്തരം ബൗളിങ്ങിലും ബാറ്റിങ്ങിലുമുള്ള മറ്റു പരിശീലകരും ഇതിൽ വളരെ നിർണായകമാണ്. പ്രാദേശികമായ ടീമുകൾക്കൊപ്പം അല്ലെങ്കിൽ ആഭ്യന്തര ടീമുകൾക്ക് വേണ്ടി നല്ല റിസൾട്ട് കണ്ടെത്തിയ ഒരു പരിശീലകനാണ് സഞ്ജയ് ബങ്കർ. അങ്ങനെ നല്ലൊരു കോച്ചിങ് സ്റ്റാഫ് ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ബൗളർമാർ സ്പിന്നിന് അനുകൂലമായ പിച്ചാണ് നമുക്ക് ഒരുക്കിയിരിക്കുക എന്നറിയാം. നമ്മുടെ പല മത്സരം കഴിഞ്ഞ 3 മത്സരങ്ങളും കണ്ടാൽ അറിയാം, ആദ്യ 2 ദിനങ്ങൾക്ക് ശേഷം തന്നെ നന്നായി ടേൺ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഒരു ഘട്ടത്തിൽ ഓർക്കണം, ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെതിരെ അല്ലെങ്കിൽ പരാജയപ്പെടുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിരുന്നു. അവിടെ സ്പിന്നിലായിരുന്നു പരാജയപ്പെടുന്നത്. ന്യൂസിലാൻഡ് അവരുടെ സ്പിൻ മികവ് കൊണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ആ സ്പിൻ ന്യൂസിലാൻഡിന് ഇന്ത്യയിൽ എത്തി ആ വിജയം, അതുപോലുള്ള ഒരു വിജയം ടെസ്റ്റിൽ നടപ്പാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് അവരുടെ ടീമിന് പറ്റിയൊരു വലിയ വീഴ്ചയായിപ്പോയി. അതുകൂടി മുതലെടുത്തുകൊണ്ട് ഇന്ത്യൻ സ്പിന്നർമാർ ഇവിടെ വിജയിക്കുന്ന കാഴ്ച കാണുന്നു. അരുൺ പറഞ്ഞതുപോലെ നമ്മുടെ ബാറ്റ്സ്മാൻമാരും ബൗളർമാരും ഇന്ത്യൻ സാഹചര്യത്തിൽ ഓക്കെ ആയിരുന്നു, പെർഫെക്റ്റ് ആയ ഒരു ടീമാണ്. എന്നാൽ വിദേശ സാഹചര്യത്തിൽ നല്ല ഫാസ്റ്റ് ബൗളർമാരില്ലാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മുടെ സ്പിന്നർമാർ, അശ്വിൻ ഒഴികെയുള്ള നമ്മുടെ മറ്റു സ്പിന്നർമാരൊന്നും എല്ലാ സാഹചര്യത്തിലും നല്ല രീതിയിൽ പന്തെറിയാൻ സാധിക്കുന്നവരല്ല എന്ന് നേരത്തെ തന്നെ തെളിഞ്ഞതാണ്. നല്ല സ്പിന്നർ എന്ന വിശേഷണത്തിന് അർഹതയുള്ള ഒരു താരം അശ്വിൻ മാത്രമാണുള്ളത്. അതും വലിയൊരു വീഴ്ചയാണ് ഈ ടീമിനെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശ സാഹചര്യങ്ങളിൽ ഈ ടീമിന് എത്രത്തോളം ശോഭിക്കാൻ കഴിയുമെന്ന് കണ്ടറിയണം, അല്ലെങ്കിൽ അത്രത്തോളം ശോഭിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഷമിയെയും ഭുവനേഷ് കുമാറിനെയും പോലുള്ളവർ വിദേശത്ത് കളിച്ചതാണ്. എന്നാൽ അവരിൽ നിന്നും അത്രയൊന്നും വ്യത്യസ്തതയുള്ള അല്ലെങ്കിൽ സ്ഥിരതയാർന്ന പ്രകടനം നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദേശത്ത് ഈ ടീമിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കില്ല. നമ്മുടെ ബാറ്റിങ്ങിന്റെ മാത്രം ബലത്തിൽ ചില ടീമുകൾക്കെതിരെ, സൗത്ത് ആഫ്രിക്കയെയും ഓസ്ട്രേലിയയും പോലുള്ള ടീമുകൾക്കെതിരെ വിദേശത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് സംശയമാണ്. എന്നാൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള നിലവിലുള്ള ഫോമും ഒപ്പം തന്നെ ടീം അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയും എല്ലാം ഒത്തുചേരുമ്പോൾ നല്ലൊരു ടീമിനെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. എന്തു തന്നെയായാലും സ്വന്തം നാട്ടിലെ പുലികൾ തന്നെയാണ് ഇന്ത്യ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. അല്ലെങ്കിൽ അത് ആ രീതി തുടരുക തന്നെയാണ് ഈ ടീം ചെയ്യുന്നത്. നിലവിൽ ഇവരുടെ വിജയം നമുക്ക് ആഘോഷിക്കാവുന്നത് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു പുതിയ യുവനിര ഇന്ത്യൻ ടീമിന് വളർന്നു വരികയാണ്. അവർ വിദേശത്ത് നല്ല രീതിയിൽ കളിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അനുഭവ സമ്പത്ത്. ദേവദാസ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്
കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരുടെ ബന്ധുക്കൾക്ക് യോഗ്യത നോക്കാതെ വാരിക്കോരി നിയമനങ്ങൾ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അമ്മായിയുടെ മകന് കോർപ്പറേറ്റീവ് എക്സാമിനേഷൻ ചെയർമാനായി നിയമനം നൽകിയതു മുതൽ വനിതാ ലീഗ് നേതാവിന്റെ മകനെ ITED സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറാക്കിയതടക്കം 100ഓളം നിയമനങ്ങളാണ് യോഗ്യത പാലിക്കാതെ നടപ്പാക്കിയത്. സർക്കാരിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മന്ത്രിമാരുടെ ബന്ധുക്കളെ നിയമിച്ചതിനെ ചൊല്ലിയുള്ള വിവാദം കൊഴുക്കുന്നതിനിടെ സമാന സംഭവങ്ങൾ UDF ഭരണകാലത്തും നടന്നതായി ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിയുടെ അമ്മാവന്റെ മകളുടെ ഭർത്താവായ INTUC നേതാവ് കുഞ്ഞില്ലംപള്ളിയെ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയാണ് സഹകരണ പരീക്ഷാ ബോർഡിന്റെ ചെയർമാനായി നിയമിച്ചത്. സഹകരണ ബാങ്കുകളിലെ ഉദ്യോഗക്കയറ്റമടക്കം നടത്തുന്നത് ഈ ബോർഡാണെന്നിരിക്കെ അടുത്ത ബന്ധുവായ കുഞ്ഞില്ലംപള്ളിയെ നിയമിച്ചത് അന്നേറെ വിവാദമായിരുന്നു. മുൻ മന്ത്രി അനൂപ് ജേക്കബിന്റെ സഹോദരി അമ്പിളി ജേക്കബിനെ കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചറിന്റെ മാർക്കറ്റിംഗ് മാനേജരായി നിയമിച്ചത് UDF ഭരണകാലത്താണ്. 10 വർഷത്തെ മുൻപരിചയമുണ്ടെന്ന് വ്യാജരേഖ സൃഷ്ടിച്ചതിന് വിജിലൻസ് അമ്പിളിയെ പ്രതി ചേർത്തിരിക്കുകയാണ്. KM മാണിയുടെ മരുമകനായ MD ജോസഫിനെ ഷിബു ബേബി ജോണിന്റെ ഉപദേശകനാക്കി. മുൻ സ്പീക്കറായ G കാർത്തികേയന്റെ ഭാര്യ ഡോക്ടർ MD സുലേഖയെ സർവ്വവിജ്ഞാന കോശത്തിന്റെ ഡയറക്ടറായും VS ശിവകുമാറിന്റെ അനിയൻ VS ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറിയായി നിയമിക്കുന്നതും ഈ കഴിഞ്ഞ UDF ഭരണകാലത്താണ്. മുസ്ലിം ലീഗ് MLA ഉമ്മർ മാസ്റ്ററുടെ മകളുടെ ഭർത്താവ് P അബ്ദുൽ ജലീലിനെ ഓപ്പൺ സ്കൂളിന്റെ പുതിയ രൂപമായ സ്കോൾ കേരളയിൽ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയാണ് നിയമിച്ചത്. കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാന്റെ ഭർത്താവിനെ ദേശീയ ഗെയിംസിന്റെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു. MLA മോൻസ് ജോസഫിന്റെ അനിയൻ അഡ്വക്കേറ്റ് റജി ജോസഫിനെ ഹൈക്കോടതിയിൽ പ്ലീഡറായി നിയമിച്ചു. VS ശിവകുമാറിന്റെ അടുത്ത ബന്ധു RV രാജേഷിനെ യുവജന കമ്മീഷന്റെ ചെയർമാനാക്കി. വനിതാ ലീഗ് നേതാവിന്റെ മകൻ KP നൌഫലിനെ IT സ്കൂളിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിച്ചതും UDF ഭരണകാലത്താണ്. സ്വജനപക്ഷപാതം ആരോപിച്ച് മുറവിളി കൂട്ടുന്ന UDFകാരുടെ കാലത്ത് നടന്ന നിയമനങ്ങളിലും ബന്ധുസ്നേഹം നിറഞ്ഞു നിന്നിരുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. S ജീവൻകുമാർ, തിരുവനന്തപുരം.